ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം തെക്ക്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഉത്തരം 30. ഡെക്കൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ഉത്തരം ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം നിവിൻ പോളി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഉത്തരം ഗംഗ. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏഴശ്ശേരി രാമചന്ദ്രൻ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം? ഉത്തരം ഒരു വെർജീനിയൻ വെയിൽക്കാലം. സിന്ധു നദി പാകിസ്താനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം? ചില്ലാർ. നേപ്പാളിലെ ഓൾഡ് മേഘ് രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ? ജലസമാധി. ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉച്ചലിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്? ഉത്തരം ലൂ. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി? ഉത്തരം പ്രിയങ്ക ചോപ്ര. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര്? ഭാരത് മാത് ചൗക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ലോസ് ഏഞ്ചൽസ്. ലോകഭാഷകളെപ്പറ്റി പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എൻഒലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ? ഉത്തരം ഹിന്ദി. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആര്? ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1993. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഉത്തരം പോർച്ചുഗൽ. ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി? അൽബുക്കാർക്ക്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യൻ? ഉത്തരം വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് 1498 മെയ് 20. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര്? ഉത്തരം സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത് 1502. വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ എത്തിയത്? പോർച്ചുഗീസ് വൈസ്രോയിയായാണ് എത്തിയത്. ഉത്തരം 1524. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചുപിടിക്കുക
ലഭിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാർ. ഉത്തരം കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം. ഉത്തരം വടകരയ്ക്ക് അടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. കോഴിക്കോട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർ സ്വീകരിച്ച യുദ്ധമുറ. ഉത്തരം ഗറില്ല, അതായത് ഒളിപ്പോര് എന്നറിയപ്പെടുന്നു. ചാലിയൻകോട്ട തകർത്തത്. ഉത്തരം കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ചാലിയൻകോട്ട തിരിച്ചു പിടിച്ച വർഷം 1571. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ അറബിക് കാവ്യം. ഉത്തരം ഫതഹുൽ മുബീൻ, വ്യക്തമായ വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല. ഉത്തരം മലബാർ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടി. ശ്രീരംഗപട്ടണ ഉടമ്പടി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? അഞ്ചലോസ് ഫ്രാൻസിസ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബംഗാൾ. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി. ഉത്തരം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. ഏതു വർഷമാണിത് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതും ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ഉത്തരം ചലനം. ബംഗാൾ ഉൾക്കടലിൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഉത്തരം നർമ്മദ നദി. പ്ലീസ് സബ്സ്ക്രൈബ്.